കേരളത്തിലെ ഒട്ടുമിക്ക ആളുകൾക്കും പ്രത്യേകിച്ച് യുവാക്കൾക്കും മുഴുവൻ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു സന്തോഷ വാർത്തയാണ് പറയുന്നത്. റേഞ്ച് ഓഫീസറെ മാറ്റി. ഇങ്ങനെ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവില്ല. പുലിപ്പല്ല് കേസ് വിവാദം നമ്മുടെ റാപ്പർ വേടനെ കുറിച്ചിട്ടുള്ളതാണ്. കോടനാട് റേഞ്ച് ഓഫീസർ അധീഷിനെയാണ് സ്ഥലം മാറ്റിയത്. എന്താണ് സംഭവിച്ചത് നമുക്കറിയാം. അധീഷ് എന്ന് പറയുന്ന ആ ഒരു റേഞ്ച് ഓഫീസറാണ് വേടൻ കേസിലേക്ക് ഇടപെട്ടത്. അതിന്റെ വീട്ടില് കഞ്ചാവ് പിടിപെട്ടതിന്റെ ഭാഗമായിട്ട് വളരെ പെട്ടെന്ന് അവന്റെ കഴുത്തിൽ തൂങ്ങിക്കെടുക്കുന്ന ആ ഒരു പുലിപ്പല്ലിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. വേടനെ അറസ്റ്റ് ചെയ്യുന്നു. പിന്നെ പോലീസ് സ്റ്റേഷനിൽ മുഴുവൻ കയറി ഇറക്കുന്നു. വേടന്റെ ആ ഒരു പുലിപ്പല്ല് എവിടെ നിന്ന് കിട്ടി, എങ്ങനെയൊക്കെയാണ് കിട്ടിയത്, ആരാണ് തന്നത്, എങ്ങനെയാണ് ആ മറ്റേ രാജ്യവുമായിട്ട് ബന്ധം എന്നിങ്ങനെ ഒരു തരത്തിലും പുറത്തു പറയാൻ പാടില്ലാത്ത കാര്യങ്ങൾ പോലും മാധ്യമങ്ങളോട് അത്രയേറെ സന്തോഷത്തോടെ അവനെ പിടിച്ചകത്തിട്ട് ഒരു വിധമാക്കി ഒക്കു എന്ന് പറയുന്ന ഒരു പ്രത്യേക ഉദ്ദേശം, ഒരു ദുരുദ്ദേശം ആ ഒരു അധീഷ് എന്ന് പറയുന്ന ആ ഒരു പോലീസ് ഓഫീസറുടെ, ആ ഒരു വനം പാലക ഉദ്യോഗസ്ഥന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു എന്ന് സംശയം തോന്നുന്ന രീതിയിലായിരുന്നു അദ്ദേഹം കേസ് കൈകാര്യം ചെയ്തത്. അദ്ദേഹം എന്തൊക്കെയാണ് പറഞ്ഞതെന്ന് കേട്ടാലാണ് നിങ്ങൾക്കത് വ്യക്തമായി മനസ്സിലാവുകയുള്ളൂ. ഒന്ന് കേട്ടോക്കൂ. പ്രതി ഹിരൺദാസ് 30 വയസ്സുള്ള ആളാണ്. അദ്ദേഹത്തിന്റെ വീട് മുളങ്ങുന്നത്താവ്. അദ്ദേഹത്തിന്റെ അമ്മ ശ്രീലങ്കൻ വംശജയാണ്. അപ്പൊ ആ ഒരു കണക്ഷൻ നമ്മുടെ ഈ കേസിൽ ഒരു റിലേഷൻ വരുന്നുണ്ട്. എങ്ങനെയുണ്ട് ആ ഒരു കണക്ഷൻ? ഈ ഒരു കേസ് റിലേഷൻ വരുന്നുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കിട്ടിയ പുലിപ്പലുമായി ബന്ധപ്പെട്ട് എടുക്കുമ്പോൾ അത് അവസാനം പോയി നമ്മുടെ കിരൺദാസ് എന്ന് പറയപ്പെടുന്ന, നമ്മുടെ വേടൻ എന്ന് വിളിക്കുന്ന ആ ഒരു മനുഷ്യന്റെ, ആ ഒരു ചെറുപ്പക്കാരന്റെ അമ്മയെ കൂടി ഇതിലേക്ക് വലിച്ചിടുകയാണ്. നമുക്കറിയാം അദ്ദേഹത്തിന്റെ അമ്മ ഇപ്പോൾ അദ്ദേഹത്തിന് ഒപ്പമില്ല എന്നാണ് കിട്ടുന്ന ഒരു വിവരം. 4 വർഷം മുമ്പെങ്ങാണ് അദ്ദേഹത്തിന്റെ അമ്മ അദ്ദേഹത്തെ വിട്ടുപോയിട്ടുള്ളത്. എന്തായാലും അമ്മയ്ക്ക് അങ്ങനത്തെ ഒരു ബന്ധമുണ്ട്, വേറെ രാജ്യവുമായിട്ട് ബന്ധമുണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഏതൊക്കെയോ തരത്തിൽ വലിയ പ്രശ്നഭരിതമായിട്ടുള്ള ജന്മമാണ്, അല്ലെങ്കിൽ ഏറ്റവും ഒരു വലിയ പ്രശ്നമുള്ളൊരു മനുഷ്യനാണ് നമ്മുടെ വേടെന്ന് പറയുന്ന, അല്ലെങ്കിൽ കിരൺദാസ് മുരളി എന്ന് പറയുന്ന ഈ ഒരു ചെറുപ്പക്കാരെന്ന് പറയാതെ പറഞ്ഞു വെക്കുകയായിരുന്നു ഈ ഒരു പോലീസ് ഓഫീസർ. ശ്രീലങ്കയിൽ നിന്ന് ഫ്രാൻസ് ഓർ UK പൗരത്വമുള്ള ആൾക്കാരാണ് ഈ രഞ്ജിത്ത് എന്ന് പറയുന്ന ആളെന്നാണ് പുള്ളി തന്നെ പറയുന്നത്. തന്നെ ഇദ്ദേഹത്തിന്റെ അമ്മയും ശ്രീലങ്കൻ ഈ നമ്മുടെ ഈ രണ്ടാസിന്റെ അമ്മ ശ്രീലങ്കൻ വംശജയാണ് വരുത്തിയിട്ടുണ്ട്. അപ്പൊ അത് നമുക്കിപ്പോ അതും അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് തൃശ്ശൂരുള്ള ഒരു സ്ഥലമാണ്, ഈ വിയ്യൂരിനടുത്തൊരു സ്ഥലത്താണ് ഒരു ജ്വല്ലറിയിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അവിടെ ഇതിന്റെ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ കൊണ്ടുപോകുന്നുണ്ട് പൗരത്വം. എങ്ങനെയുണ്ട് ഇതിന്റെ ഭാഗമായിട്ട് ഇനി എവിടേക്കൊക്കെ എന്തെങ്ങനെയൊക്കെയാണ് ഈ ഒരു മാലയിൽ വല്ല, ആ നഖത്തിൽ വല്ല മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്? നോക്കൂ, ഇത് പറയുന്നത് ഇദ്ദേഹത്തിന് പുലിയുമായിട്ട് അപാരമായിട്ടുള്ള ബന്ധമുള്ള പോലെയാണ്. ആ ഒരു പുലിപ്പൽ എന്ന് പറയപ്പെടുന്ന ആ സാധനം ശാസ്ത്രീയ പരിശോധനയ്ക്ക് ശേഷം മാത്രമാണ് അത് ഉറപ്പിക്കാൻ കഴിയുള്ളൂ. പക്ഷെ ഇതൊക്കെ ഇദ്ദേഹം ഉറപ്പിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ്. അങ്ങനെ ഉറപ്പിച്ചു കഴിഞ്ഞു. വേടനെ ഞങ്ങൾ പിടിച്ച് അകത്തിടാണ്, ആ ചങ്ങാതി ഇനി പുറത്തു വരില്ല, 7 വർഷം കഴിഞ്ഞ് പുറത്തു വരുള്ളൂ എന്നൊക്കെ പറയുന്നേ. ഞാൻ പറയുന്ന ഒരു അത്ഭുതം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതേ ഒരു ഫോറസ്റ്റ് ഓഫീസറാണ്, ഇതേ സ്ഥലത്തെ ഫോറസ്റ്റ് ഓഫീസറാണ് നമ്മുടെ മോഹൻലാലിനെതിരെ കേസെടുത്തുള്ളത്. ഇതുവരെ മോഹൻലാലിന് ഒരു പോലീസ് ജീപ്പിൽ കയറേണ്ടി വന്നിട്ടില്ല എന്ന് മനസ്സിലാക്കുമ്പോഴാണ് എന്തുകൊണ്ട് വേടന്റെ നെഞ്ചത്തേക്ക് മാത്രം എന്ന് നമ്മൾ ചിന്തിച്ചു പോകേണ്ടതാണ്. അത് ഇവരുടെ ഈ ശ്രീലങ്കൻ നിന്ന് ഭാഷയിൽ നിന്ന് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ചത് ഫ്രാൻസ് ഓർ UK പൗരന്മാരാണ്. ശ്രീലങ്ക ഹണ്ടിങ് 9 ഹണ്ടിങ് ആണ് ഇമ്പോർട്ടന്റ് വകുപ്പ്. അതില് 3 to 7 years വരെ പണിഷ്മെന്റ് ഉണ്ട്, മാക്സിമം 7. പിന്നെ 25,000 അല്ലാതെ ഉള്ളത്. പിന്നെ ഈവൻ ഹണ്ടിങ്ങിന്റെ ഒരു പോർഷൻ ഇല്ലെങ്കിൽ ഉള്ളത് ഇലിസിറ്റ് അനധികൃതമായി ഇത് കയ്യിൽ വെക്കുന്നത്, അതും കുറ്റകരമാണ്. ആ 2 കേസുകളാണ് ഇപ്പൊ അദ്ദേഹത്തിന്റെ പേരിൽ മേജർ ആയിട്ടുള്ളത്. പിന്നീടുള്ളത് അങ്ങനെയുണ്ട്. പിന്നീടുള്ളൊക്കെ വഴിക്ക് വെക്കാം. നോക്കൂ, ഇദ്ദേഹത്തിന്റെ നെഞ്ചത്തേക്ക് അല്ലെങ്കിൽ വേടെന്ന് പറയുന്ന ചെറുപ്പക്കാരനെ എങ്ങനെയെങ്കിലും അകത്തിടണം. അദ്ദേഹം എന്തൊരു ഉത്സാഹത്തോടു കൂടിയിട്ടാ പറയുന്നതൊക്കെ. ഒരു 3 മുതൽ 7 വർഷം വരെയാണ് തടവ് ലഭിക്കേണ്ട കുറ്റം. അത് അദ്ദേഹം വേട്ടയാണ് അതിൽ ചെയ്തിട്ടുള്ളത്. നോക്കൂ, ഇതിലൊക്കെയാണ് മനുഷ്യത്വപരമായിട്ട്, നീതിപൂർവമായിട്ട് നീതി നടപ്പാക്കാൻ സാധിക്കാതിരിക്കുക എന്ന് പറയുന്നത്. ഈ ഒരു മനുഷ്യനെ പറ്റി ഏറ്റവും വലിയ പിഴവ് ഇദ്ദേഹം നിയമത്തെ കർശനമായിട്ട് പിന്തുടർന്നതാണ്. എന്നാൽ നിയമത്തെ കർശനമായിട്ട് പിന്തുടർന്നുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല, പിന്തുടരണം. പക്ഷേ അത് ഒരാളുടെ നെഞ്ചത്തേക്ക് മാത്രം നിയമം പിന്തുടരുക, മോഹൻലാലിനെ പോലെ ആളുകളൊക്കെ കാണുമ്പോൾ കവാത്ത് മറക്കുക എന്ന് പറയുന്ന സംഭവം വരുമ്പോഴാണ് നമുക്ക് സംശയം തോന്നിപ്പോകുന്നത്. എന്തായാലും 7 വർഷം വരെ പിടിച്ചകത്തിടണം എന്നൊക്കെ പറഞ്ഞിരുന്ന ഈ ഒരു പോലീസ് ഓഫീസറെ വളരെ പെട്ടെന്ന് റേഞ്ച് ഓഫീസറെ സ്ഥലം മാറ്റി എന്നുള്ള വിവരമാണ് നമുക്ക് കിട്ടുന്നത്. കോടനാട് റേഞ്ച് ഓഫീസർ അധീഷിനെയാണ് സ്ഥലം മാറ്റിയത്. അതായത് ഈ ചെങ്ങാതി അവിടെ നിൽക്കണ്ട എന്ന് നമ്മുടെ ഗവൺമെന്റാണ് തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നത്. എന്തിനേറെ ഗവൺമെന്റിന്റെ 4ാം വാർഷിക ദിനത്തില് അതിന്റെ മെയിൻ പ്രോഗ്രാം നടത്താനും വേണ്ടി വേടനെ ഒഴിവാക്കിയിരുന്നു. ഇതിന്റെ ഭാഗമായിട്ട്
വീണ്ടും വേടനെ ക്ഷണിച്ചു കൊണ്ടുവന്ന് അവിടെ ഇന്നലെ പാടിപ്പിച്ചു എന്നുള്ള ഒരു സംഭവം കൂടി ഇന്നലെ സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. സ്വാഭാവികമായിട്ടും ആ ഒരു പോലീസ് ഓഫീസർ ഇനി ആലോചിക്കുന്നുള്ളതാണ്, അല്ലെങ്കിൽ ഇതുപോലുള്ള പോലീസ് ഓഫീസർമാർ ഇനി ആലോചിക്കും. നോക്കൂ, പുലിപ്പല്ലാണ്, സ്വാഭാവികമാണ്. ഒരുപക്ഷെ കഴുത്തിൽ പുലിപ്പല് കാണും. അയാളെ നെഞ്ചത്ത് മാത്രമാണ് പുലിപ്പല്ലുള്ളത്, വേടന്റെ കഴുത്തിൽ മാത്രമാണ് പുലിപ്പല്ലുള്ളത് അല്ലെന്നേ. ഇങ്ങനെ പുലിപ്പല്ല് നമുക്ക് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഒരുപാട് ആളുകളുടെ ദേഹത്ത് നമുക്ക് ഇത്തരത്തിലുള്ള പുലിപ്പല്ലുകൾ കാണാമെന്നുള്ളതാണ്. പക്ഷെ ആ പുലിപ്പല്ല് മുഴുവൻ തടഞ്ഞു നിർത്തി അന്വേഷണത്തിന് വിധേയമാക്കുന്ന ഒരവസ്ഥയിലേക്ക് എപ്പോഴെങ്കിലും ഈ ഫോറസ്റ്റ് ഓഫീസർമാർ നിന്നിട്ടുണ്ടോ? ഇല്ല. അപ്പോഴാണ് ഇതിന്റെ പുറകിലൊക്കെ എന്തുകൊണ്ട് അപ്പോൾ കറുത്ത നിറമുള്ള, പച്ചമലക്ക് പറഞ്ഞ കറുത്ത നിറമുള്ള താഴ്ന്ന ജാതിയിൽ പറഞ്ഞ വേടന്റെ നെഞ്ചത്തേക്ക് ഇദ്ദേഹം കയറി നിന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രക്കാരുടെ ഇടയിലേക്ക് കയറി കഴിഞ്ഞാൽ ആരും ചോദിക്കാൻ ഉണ്ടാവില്ല എന്നുള്ളൊരു ധൈര്യമായിരുന്നു, അല്ലെങ്കിൽ അങ്ങനത്തെ എത്രയോ കാലമായിട്ട് ഉള്ളിലുള്ള ഒരു ബോധ്യമായിരുന്നു. ആ ബോധ്യത്തിനാണ് ഇപ്പോൾ തടയണം നിന്നിരിക്കുന്നത്. ഇനി പോലീസ് ഓഫീസർമാരടക്കമുള്ള അല്ലെങ്കിൽ ഫോറസ്റ്റ് ഓഫീസർമാരടക്കമുള്ള ആളുകൾക്ക് ഒരു ഭയം വരും. ഇങ്ങനെ അനാവശ്യമായിട്ട് ഇതിനൊക്കെ വളരെ നീതിയുക്തമായിട്ട് ഒരു മനുഷ്യത്വപരമായിട്ടൊക്കെ ഇതിനൊക്കെ കൈകാര്യം ചെയ്യാം. ആരോ കൊടുത്തതാണ്, അല്ലാതെ വേടെന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ ഏതെങ്കിലും കാട്ടിൽ പോയിട്ട് ഏതോ പുലിയെ വേട്ടയാടി എന്നൊക്കെ പറഞ്ഞ സംഭവം അസംഭവ്യമാണെന്ന് തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും ബോധ്യമുണ്ട്. അങ്ങനെ ബോധ്യമുള്ള സമയത്തും വേട്ടയാണ് എന്ന രീതിയിലൊക്കെ അവന്റെ നെഞ്ചത്തേക്ക് 7 വർഷത്തിന്റെ ഒരു തടവ് ലഭിക്കാൻ പാകത്തിലുള്ള ശിക്ഷ എഴുതി ചേർക്കാൻ ഇദ്ദേഹം തയ്യാറായി എന്നിടത്താണ് അദ്ദേഹത്തിന് പരാജയം കിടക്കുന്നത്. കാരണം ആ ഒരു ചെറുപ്പക്കാരനാണ്, അദ്ദേഹത്തിന് ഏറ്റവും നല്ല കരിയർ തുടങ്ങുന്ന സമയമാണ്. കേരളത്തിൽ അതിഗംഭീരമായിട്ട് ഇടതുപക്ഷത്തോട് ചേർന്ന് വന്ന ഒരു ദളിത് രാഷ്ട്രീയം പറയുന്ന ഒരു മനുഷ്യനാണ്. ആളുകളെ രാഷ്ട്രീയവൽക്കരിക്കുന്ന ഒരു മനുഷ്യനാണ്. ചെറുപ്പക്കാരെ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരാനൊക്കെ ശ്രമിക്കുന്ന ഒരു മനുഷ്യനാണ്. നല്ല ബോധ്യം ഉണ്ടാക്കി കൊടുക്കുന്ന മനുഷ്യനാണ്. കഞ്ചാവ് മറ്റും അദ്ദേഹത്തിന്റെ പേഴ്സണലാണ്. അദ്ദേഹം തെറ്റ് ഏറ്റു പറഞ്ഞിട്ടുണ്ട്, നല്ല മനുഷ്യനായി തിരികെ വരുമെന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയൊക്കെയുള്ള ഒരു ചെറുപ്പക്കാരനെ എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ വേട്ടയാടുന്നു വെച്ച് കഴിഞ്ഞാൽ അത് അത്ര ശരിയല്ല എന്ന് ഗവൺമെന്റ് തിരിച്ചറിഞ്ഞിരിക്കുന്നു. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തെ സ്ഥലം മാറ്റിയിരിക്കുന്നു. ഞാൻ മുന്നേ പറഞ്ഞ പോലെ ചിലർക്കെങ്കിലും ഇതൊരു സന്തോഷ വാർത്തയായിരിക്കും. ബൈ.